ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം അങ്ങ് സിറിയയിലോ ഇറാഖിലോ ഇറാനിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ല ടീച്ചർ, ഇത് ഭാരതത്തിലാണ്. ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ മലപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. ടീച്ചർ നോക്കൂ, അതായത് വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് ഒരു ആടിന്റെ തലയാർത്ത ശേഷം ആ ആടിന്റെ തലയുമായി ജിഹാദികൾ അഴിഞ്ഞാടുകയാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇത് വളരെ ഗൗരവമാണ്. അതിനേക്കാളേറെ നമ്മളെയൊക്കെ ഒരു ഭയത്തിന്റെ ഇതിലേക്ക് തള്ളിവിടുന്നതുമാണ്. കാരണം ഇപ്പൊ ഇത് അവിടെ കെ ടി ജലീലാണ് എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം മുസ്ലിം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ മുസ്ലിം മാത്രമല്ല, ഒരു കാലത്ത് സിമിയൊക്കെ പിന്നെ ചുമതലയിൽ ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ ലീഗിനെതിരെ നിന്നപ്പോൾ അതാണ് നമ്മൾ ആ സമാജത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം അപകടത്തിലേക്കാണ് എന്ന് പറയുന്നതാണ്. ലീഗിന്റെ ഗുഡ് ബുക്കിൽ കയറിയില്ലെങ്കിൽ, ലീഗ് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അത് മുസ്ലിം ആയാൽ പോലും രക്ഷയില്ല എന്നതിന്റെ ഒരു സൂചനയാണ് അവിടെ കണ്ടത്. അറബുശാലയായി രാഷ്ട്രീയം, തവനൂരിൽ താലിബാനി മോഡൽ ക്രൂരത, കെ ടി ജലീലിന്റെ ചിത്രം കഴുത്തിലിട്ട ആടിന്റെ തലയറുത്ത് ജിഹാദി ആഹ്ലാദ പ്രകടനം. ജനം ടി വിയിലെ ഒരു ന്യൂസാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പം ശശികല ടീച്ചർ പറഞ്ഞ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കേട്ടത്. തവനൂരിൽ കെ ടി ജലീൽ തോറ്റു. കെ ടി ജലീലിന്റെ തോൽവി എന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗ്. ഇത്ര കാലമായിട്ട് പോലും ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ അത് നടന്നത്. കുഞ്ഞാലിക്കുട്ടിനെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു കെ ടി ജലീലിന്റെ ഒരു വലിയൊരു മുന്നേറ്റം നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ജലീല് തോൽക്കണം എന്നുള്ളത് ലീഗിനൊക്കെ വലിയൊരു ആഗ്രഹം. അപ്പൊ പൊതുവെ ഈ ആടിനെ ഇറക്കാനുള്ള ഒരു കാരണം എന്താ അറിയാം? ജലീലിന് പൊതുവെ ലീഗർ ഒരു ടൈറ്റ് പേര് വിളിക്കുന്നത് കേൾക്കാം, ആട് ജലീല്. അപ്പൊ ആട് എന്ന് പേരുള്ളത് കൊണ്ടാണ് ഒരു ആടിനെ അറുത്തത്. ഓല അറുത്തതാണോ ഇനി തല വേറെ എവിടെയും മേടിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന്റെ ഒരു ആഘോഷം ഇപ്പൊ കണ്ടത്. ആട് കണ്ടപ്പോൾ ആടിനെ തൊഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ തല അറുത്ത് അതിപ്പോ അറബിശാലിന്നൊക്കെ തല കിട്ടും. അപ്പൊ അത് മേടിച്ചതാവാം, അല്ലെങ്കിൽ ഇപ്പൊ അറുത്തതായാലും ഇപ്പൊ അത് പിന്നെ അവർക്ക് കഴിക്കാൻ മറുത്തതാവാം, എന്തോ ആവട്ടെ. അപ്പൊ അതിന്റെ തലെടുത്തിട്ടുള്ള വലിയൊരു ഇതാണ്. അപ്പൊ ഒരുപാട് വർഗീയതയാണ്, അങ്ങോട്ടാണ് ജിഹാദികളുടെ ആഹ്ലാദ പ്രകടനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് നല്ല മനുഷ്യന്മാര് മുസ്ലിം ലീഗിലുണ്ട്. അപ്പൊ അത്തരം ആൾക്കാരോടാണ് പറയുന്നത്, പൊതുവെ ഇങ്ങനെ ഒരു അവസരത്തിന് നിങ്ങൾ വേദി ഒരുക്കരുത്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ കേരളത്തില് നമ്മൾ സന്തോഷകരമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ്, എല്ലാ രാഷ്ട്രീയക്കാരും അല്ലേ. ഇപ്പൊ തന്നെ ഓരോ പ്രകടനത്തിന് മറ്റേ പാർട്ടിക്കാരനായിരിക്കും ഇവനവിടെ കൊണ്ടുവെക്കുന്നത്. ആ പ്രകടനം കഴിഞ്ഞ് എടുത്തു കൊണ്ടുവരാൻ പോകുന്നത് മറ്റേ രാഷ്ട്രീയക്കാരനായിരിക്കും. ഇവൻ ഇപ്പുറത്ത് കൊടുത്തുകൊണ്ട് മറ്റവനായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു നാടാണ്. കെ ടി ജലീലിനെ എതിരെ പോയി അറക്കുന്നതും കെ ടി ജലീലിനോട് സൗഹാർദ്ദമുള്ള ആൾക്കാരാവും. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈരാഗ്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ജിഹാദിയാണ്, ആനയാണ്, തോറ്റിയാണ്, മറ്റേതാണ്, മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ വേദന തോന്നുന്നു. ഇങ്ങനത്തെ ഒരു അവസരത്തിന് നമ്മൾ ചാൻസ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നല്ലവരായ മുസ്ലിം ലീഗരോട് പറയുന്നത്. കാരണം ആഹ്ലാദ പ്രകടനങ്ങൾ ഇനിയും ഇതിന്റെ പിന്നാലെ ഒരുപാടുണ്ട്, വരാനുണ്ട്. ഇത്തരത്തിലൊരു അവസരങ്ങൾ ഉണ്ടാക്കരുത്. കാരണം അത് ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത് കണ്ടില്ലേ. ഇപ്പോ 2-3 ദിവസം മുമ്പ് തന്നെ ജനം ടി വിയിൽ വന്ന മറ്റൊരു ഇതും കൂടി ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അതിലവർ പറയുന്നത് നോക്കണം നിങ്ങൾ. പറഞ്ഞു വന്ന പോയിന്റ്, തുടർച്ചയായ വർഗീയ സംഘർഷങ്ങൾ കേരളത്തിലുണ്ടായി. ടെസ്റ്റ് ഡോസുകൾ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ നടന്നു. അപ്പോഴെല്ലാം ഇവിടെ സാംസ്കാരിക നായകർ മൗനത്തിലായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെയൊക്കെ ബോധപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ ഇസ്ലാമിക ഭീകര ശക്തികളുടെ വിളനിലമായി, അവരുടെ പർദീസയായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തെ മാറ്റിയെടുത്തു. അതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇവിടെ നമ്മളെ കേരളത്തിനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമം ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത. അത് 2-3 ദിവസം മുന്നേ ഈ ജനം ടി വി തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചാൻസ് നോക്കിയിരിക്കണം. ഇവർക്ക് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കണം. എന്നിട്ട് വേറെ കുറെ ആൾക്കാരെ ഇതിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ശ്രമമാണ് ഇതിന്റെ പിന്നിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരിപ്പോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക്, മറ്റു മുസ്ലിങ്ങൾക്കല്ല എല്ലാ ആളുകൾക്കും മതക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസം ഒരുപാട് വീടിൻ്റെ കൂടൽ അല്ലെ, കുടിയിരിക്കൽ നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇവിടെ വയനാട്ടിൽ ദുരിതം ബാധിച്ച് സർക്കാർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതിലൊക്കെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്ക് വീട് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരിക്കലും ഒരു വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളൊന്നല്ല അവരാരും, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദന്മാരൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ നമ്മൾ അങ്ങനെയൊന്നും കണക്കൂട്ടരുത്. നമ്മുടെ നാടില് വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
അതിലെല്ലാം മതക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ആടിന് അർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ KT ജലീലിന് ഉള്ള പേര് ടൈറ്റ് പേര് ആട് ജലീലാണ്. അപ്പൊ ആ ആട് എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അതാണ്. ഇപ്പോ ആടിനല്ല മൂരിനെ പെയിന്റ് അടിക്കാറുണ്ടല്ലോ അല്ലെ. മൂരിനൊക്കെ അറുത്തിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ലീഗേര് തോറ്റപ്പോ. അതിന് പെയിന്റ് അടിച്ചിട്ടൊക്കെ പല രീതിയിൽ ലീഗര പൊതുവെ മൂരികൾ തുടിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി നടക്കാറുണ്ട്. അതൊക്കെ ആ രീതിയിൽ ആ ഇലക്ഷന്റെ സമയത്തുള്ള ഒരു സംഭവം അത്രയും അതൊക്കെ നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ തലക്കെട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ന്യൂസ് ഈ ജനം TV പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളീയര് എല്ലാ വിധത്തിലും ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് ഇത്തരം ആളുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം പിന്നെ ന്യൂസുകളൊക്കെ പുറത്തുവിടുന്ന ആളുകളെ അത്തരം ആളുകൾക്ക് പരമാവധി അവസരങ്ങൾ കൊടുക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.